ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ചെറിയ വാക്യം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇത്ര വിലയേറിയ സ്നേഹം നമുക്ക് എവിടെയും കാണുവാൻ സാധിക്കുക. അഗപ്പെ, അത് ദൈവസ്നേഹമാണ്. മനുഷ്യരുടെ സ്നേഹം നമുക്കറിയാം, അതിനൊക്കെ പല ഉപാധികളുണ്ട്. ദൈവത്തിൻ്റെ നിരുപാധികമായ ഒരു സ്നേഹമാണ് കാൽവറിയിൽ യേശുപ്പച്ചൻ ചൊരിഞ്ഞ രക്തത്തെ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അൺകണ്ടീഷണലാണ്. യാതൊരു ഉപാധിയുമില്ലാതെ നമ്മളെപ്പോലെ എന്നെപ്പോലെ പാപികളായിരിക്കുന്നവരെ രക്ഷിക്കുവാനാണ് കർത്താവ് ഈ ലോകത്തിൽ അവതരിച്ചത്, കുരിശുമരണം ഏറ്റത്. സകല ജാതികൾക്ക് വേണ്ടി ഒരിക്കലായി കർത്താവ് മരിച്ചു. പിതാവ് പുത്രനിൽ ഏൽപ്പിച്ച ദൗത്യം യേശു കർത്താവ് പൂർത്തീകരിച്ചു കാൽവറിയിൽ. രണ്ടാമതായി നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാകുന്നത്, ഇതൊരു വലിയ ഗിഫ്റ്റാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ചൊരിഞ്ഞ വിലയേറിയ രക്തം, അത് നമ്മുടെ സകല പാപവും പോക്കുന്നതാണ്. അതൊരു വലിയ ഗിഫ്റ്റാണ്. മൂന്നാമതായി നമുക്ക് ഒരു പ്രത്യാശയും വിശ്വാസവും നൽകിയിരിക്കുന്നു. ഇതിന് ശേഷം നമ്മൾ വായിക്കുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവനിൽ വിശ്വസിക്കാത്തവന് ന്യായവിധി വന്നു കഴിഞ്ഞു. അതിനുശേഷമുള്ള ഭാഗത്തിൽ നമുക്ക് കാണുന്നത്, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും ഇരുളിനെ തേടിപ്പോകുന്ന എന്നെപ്പോലുള്ള മനുഷ്യരുടെ കാര്യമാണ് അവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ തൻ്റെ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ച ദൈവമാണ്. ഒരിക്കലായിട്ട് കർത്താവ് നമ്മളെ സ്നേഹിച്ചതിൻ്റെ അടയാളം കുരിശിൽ നാം കണ്ടു. അപ്പോൾ ആ ദൈവത്തെ വിശ്വസിച്ച് ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ആർക്കും ന്യായവിധിയില്ല. അത് വിശ്വസിച്ച് നമുക്ക് അവിടുത്തെ സ്നേഹം, ദിവ്യ സ്നേഹം കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം. പുതിയൊരു ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടുത്തെ വിശ്വസിക്കുന്നവന് ആർക്കും ന്യായവിധിയില്ല. ഏകജാതനായ പുത്രനെ നൽകുവാൻ പിതാവ് കാണിച്ച മഹാകരുണയ്ക്കായി, ദയയ്ക്കായി സ്തോത്രം ചെയ്തു. എന്നെപ്പോലുള്ള സകല പാപികളെയും വീണ്ടെടുക്കുവാൻ കർത്താവ് കുരിശ് ചൊരിഞ്ഞ രക്തത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ധ്യാനിച്ച് കർത്താവിൻ്റെ വചനം പഠിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.